കായ്കനികൾ കഴിച്ചത് ഒരു കാരണമാണ്. അത് കഴിച്ചപ്പോൾ ഉണ്ടായത് നഗ്നത വെളിവായി. നഗ്നത വെളിവായാൽ പിന്നെ സ്വർഗത്തിൽ സ്ഥാനമില്ല, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഇറക്കി, രണ്ടുപേരെ ഇറക്കി. എന്താ ഇപ്പൊ ഉണ്ടായ വിഷയം? എന്താ? അന്ധവിശ്വാസത്തിന്റെ ഒരു ക്ലാസ് ആരെടുത്തു കൊടുത്തു? ഇബ്ലീസ് എടുത്തു കൊടുത്തു. ഈ വിലക്കപ്പെട്ട കായ്കനികൾ കഴിച്ചാൽ കാലാകാലം ഇവിടെ വസിക്കാമെന്ന് പറഞ്ഞു. ആ അന്ധവിശ്വാസം പുൽകി വിലക്കപ്പെട്ടത് കഴിച്ചു. തുണി നഗ്നത മാറി, നഗ്നത വെളിവായി. അവർ സ്വർഗത്തിൽ നിന്ന് നിന്ദ്യനായി, നിസ്സാരനായി ഭൂമിയിലേക്ക് ഇറങ്ങി. അപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചു. ലോകത്താദ്യമായി അന്ധവിശ്വാസം കൊണ്ടുവന്നത് ശൈത്താനാണ്, ഇബ്ലീസാണ്. അതിൽ പെട്ടുപോയത് പെണ്ണാണ്. അവരുടെ നിർബന്ധ നിമിത്തമായിട്ടാണും അതിൽ പെട്ടുപോയി. അത് ഉണ്ടായി തീർക്കുന്നത്, അന്ധവിശ്വാസം കൊണ്ടെത്തിക്കുന്നത് നിന്ദ്യതയും അപമാനിതയും നിസാരതയുമാണ്. സ്വർഗത്തിൽ കഴിഞ്ഞ ആളുകൾ ഇപ്പൊ എവിടെ എത്തി? ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. നല്ല റാഹത്തായി ജീവിച്ചിരുന്ന കൗമാൻ ഭൂമിയിലേക്ക് ഇറങ്ങി. 4-മത്തത്, ഇതിന്റെ മൂല കാരണം ആർത്തിയാണ്. കാലാകാലം ഇവിടെ സ്വർഗത്തിൽ വസിക്കാമെന്നുള്ള ഒരു ചിന്താഗതി അവരുടെ മനസ്സിൽ വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ നിലയിൽ എത്തിപ്പെട്ടത്. അന്ധവിശ്വാസത്തിലേക്ക് മനുഷ്യൻ പോകുന്നതിന്റെ മൂല കാരണം എന്താണ്? ആർത്തിയാണ്, ദുരാഗ്രഹം, അത്യാർത്തി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ 4 വിഷയം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച. 1, ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ പെട്ടുപോകരുത്. 2-മത്തത്, പെണ്ണുങ്ങളാണ് അതിൽ പെട്ടുപോയിട്ടുള്ളത്. ചരിത്രം അതിൽ വ്യക്തമാണ്. ലോകത്താദ്യമായി ഉണ്ടായത് ഒരു പെണ്ണിനാലാണ് ബുദ്ധിമുട്ടുണ്ടായി തീർന്നിട്ടുള്ളത്. 3-മത്തത്, അതിലൂടെ ഉണ്ടായിത്തീരുന്നത് നിന്ദ്യതയും നിസ്സാരതയുമാണ്. അപമാനിതനായി നാം മാറും. 4-മത്തത്, അതിന്റെ മൂല കാരണം ആർത്തിയാണ്. ഭൗതിക ലോകത്തോട് അല്ലെങ്കിൽ ഏത് വിഷയമാണോ അതിനോടുള്ള മനുഷ്യന്റെ ദുരാഗ്രഹമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനുഷ്യൻ എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല. ഡൽഹിയിലെ CM ആണ് 2015 മുതൽ ഡൽഹിയിലെ CM ആയി വർത്തിക്കുന്ന വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതുമാകട്ടെ, 8 വർഷമായിട്ട് ഇന്ത്യയുടെ തലസ്ഥാനമാകുന്ന ഡൽഹി ഭരിക്കുന്ന വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോഴും 2015 മുതൽ അദ്ദേഹം ഇന്ത്യക്കൊരു സാമ്പത്തിക ക്രൈസിസ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഗാന്ധിജിയുടെ ഫോട്ടോ കറൻസിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് ലക്ഷ്മി ദേവിയുടെയും ഗണപതിയുടെയും ഫോട്ടോ വെച്ചാൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറും. ഇതൊക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗാന്ധിജിയുടെ ഫോട്ടോ മാറ്റുക, എന്നിട്ട് കറൻസിയിൽ ആരുടെ ഫോട്ടോ പ്രതിഷ്ഠിക്കുക? ലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ ഗണപതിയുടെ ഒക്കെ ഫോട്ടോ വെച്ചാൽ നല്ല റാഹത്തായിട്ട് ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റും. ആലോചിച്ചു നോക്ക്, എത്ര മൂഢമായ വിശ്വാസമാണ്. അന്ധവിശ്വാസം കൊടുക്കാൻ ആരാണ് അദ്ദേഹം? ഒരു സാധാരണ വ്യക്തിയല്ല. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സാധാ വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണരുത്. സിവിൽ സർവീസ് എക്സാമിൽ റാങ്ക് ഹോൾഡറാണ്, നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഡൽഹിയിലെ തന്നെ വിവിധങ്ങളാകുന്ന തസ്തികളിൽ ഉന്നതമാകുന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. കമ്മീഷണറായിട്ട് അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. ഇൻകം ടാക്സ് കമ്മീഷണറായിട്ട് അദ്ദേഹം നിലകൊണ്ട വ്യക്തിയാണ്. ഒരുപാട് സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച അദ്ദേഹം, വിവരവും വിദ്യാഭ്യാസവും ഉള്ള വ്യക്തി, ഇന്ത്യയുടെ തലസ്ഥാന നഗരി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ് ഇത് എങ്കിൽ പിന്നെ ബാക്കിയുള്ള ജനങ്ങളുടെ അവസ്ഥ പറയണോ? അദ്ദേഹം പറയാണ്, ജനങ്ങൾക്ക് കൊടുക്കുകയാണ്, ഇവിടുത്തെ സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ട് മാറണമെങ്കിൽ ഗണപതിയുടെ ഫോട്ടോ വെച്ചാൽ മാറും. ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത്, ഒരു വിഭാഗം മതത്തിന്റെ ആളുകളെ പീഡിതപ്പെടുത്താനും അവരുടെ ഇഷ്ടം ഭരിക്കാനും അവരുടെ വോട്ട് ബാങ്കും ലക്ഷ്യം വെച്ചിട്ടാണ്. കാര്യം ശരി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിന്റെ അകത്തളങ്ങളിൽ അത്തരത്തിലുള്ളതാകുന്ന മൂഢമായ വിശ്വാസം വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ്. അന്ധവിശ്വാസം മനുഷ്യനെ എത്രത്തോളം കാർന്ന് തിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിൽ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞിട്ടുള്ള വസ്തുക്കളെ ആദരിക്കുകയും അള്ളാഹു നിന്ദിക്കാൻ പറഞ്ഞിട്ടുള്ള സകല വസ്തുക്കളെ നിന്ദിക്കുകയും വേണം. അതൊരു സത്യവിശ്വാസിയുടെ വിജയത്തിന്റെ നിദാനമാണ്. അള്ളാഹു ആദരിച്ച വസ്തുവാണ് കഅബ, അല്ലേ? إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين
ലോകത്താദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചതായ ഗേഹമാണ് പരിശുദ്ധമായ കഅബ. അത് ബറക്കത്തുള്ള ഭവനമാണ്. ലോകർക്ക് മുഴുവൻ സന്മാർഗ ദീപം കൊളുത്തുന്നതായ ഗേഹമാണ് പരിശുദ്ധമായ കഅബയെന്ന് വിശുദ്ധമായ ഖുർആൻ. ഏറ്റവും ബറക്കത്തുള്ളതായ സ്ഥലമാണ് കഅബ. ഏറ്റവും ബറക്കത്തുള്ളതാകുന്ന സ്ഥലമാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ പവിത്രമാക്കപ്പെട്ട കഅബ, അതിന്റെ മഹത്വം നിസാരമല്ല, വളരെ പോരിശയുള്ളതാണ്. ആ പോരിശ മനസ്സിലാക്കി പരിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ കഅബയെ ജനങ്ങൾ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. കാരണം കഅബ മനുഷ്യരിൽ ആദ്യമായി പടുത്തത് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർക്ക് ശേഷം ശീസ് നബി അലൈഹിസ്സലാം, പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജലപ്രളയത്തിന് ശേഷം കഅബയുടേതാകുന്ന മുഴുവൻ ഭാഗങ്ങളും തകർന്ന് നാമാവശേഷമായി. അതിന്റെ ഫൗണ്ടേഷനൊക്കെ മണ്ണിനടിയിലായി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം 100 വയസ്സുള്ള സമയം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 20 വയസ്സുള്ള സമയം, വാപ്പയും മകനും കൂടി അതിന്റെ ഫൗണ്ടേഷൻ കണ്ടെടുത്തു, മനോഹരമായി പടുതുയർത്തി. 12ഓളം ആളുകൾ കഅബാലയം പണിതിട്ടുണ്ട്. കഅബാലയം പലരും പണിതിട്ടുള്ളതാ, 12 പേരവരാണ് ചരിതമിലുള്ളതാ. മാലാക ആദം ശീസ് ഇബ്രാഹിമുമ അമാലികും ജുറുഹും ഖുസൈ ഖുറൈശുമാ അബ്ദുള്ള ഹജ്ജാജും മുറാദു സമാനിയും അവസാനമായി ഫഹദാണ് ആല് സഊദിയും. 12ഓളം ആളുകൾ ഇന്ന് കാണുന്ന നിലയ്ക്ക് കേടുപാടുകൾ കാലഹരണം സംഭവിച്ച സമയത്ത് ഓരോ കാലഘട്ടത്തിൽ അമ്പിയാക്കൾ, ശേഷം വന്ന രാജാക്കന്മാർ, ഗോത്രക്കാരൊക്കെ കഅബ പണിതിട്ടുണ്ട്. പഴയ കാലഘട്ടം മുതലേ കഅബയ്ക്ക് ജനങ്ങളെല്ലാവരും പവിത്രത കാണിക്കുന്നതാണ്, പവിത്രത വെച്ച് പുലർത്തുന്നതാണ്. അങ്ങനെ കഅബയ്ക്ക് വലിയ മഹത്വം കൊടുത്തിട്ടുണ്ട്. ആ കഅബയെ നിസാരപ്പെടുത്തിക്കൊണ്ട് പ്രവാചകർക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ രംഗത്ത് വന്നു. അവന്റെ പേരാണ് ഇഗാസ്. എന്താ പേര്? ഇഗാസ് എന്നാണ് അവന്റെ പേര്. അവൻ പറഞ്ഞു, ഈ കഅബയ്ക്കൊന്നും യാതൊരു മഹത്വം ഇല്ല, ഒരു പോരിശയില്ല. അവൻ എതിർക്കാൻ തുടങ്ങി, കഅബയുടെ മഹത്വത്തെ നിസാരവൽക്കരിക്കാൻ തുടങ്ങി. എന്നല്ല, സ്ഥിരമായി കഅബയെ കുറിച്ച് മോശത്തരം പറഞ്ഞു നടന്ന നിരീശ്വരവാദിയായ അവൻ നായില എന്ന് പേരുള്ളതാകുന്ന വേശ്യാവൃത്തി നടത്തിയിരുന്ന അക്കാലഘട്ടത്തിലെ ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ച് പരിശുദ്ധമായ കഅബയ്ക്കുള്ളിൽ കടക്കാൻ തുനിഞ്ഞു. എന്തിനാണ്? കഅബയ്ക്കുള്ളിൽ വെച്ച് ആ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ, വ്യഭിചരിക്കാൻ. അങ്ങനെ വ്യഭിചരിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ ഒരു പ്രശ്നവും ഉണ്ടായില്ല. കണ്ടില്ലേ, വളരെ സുഖകരമായിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു എന്ന് പറയാൻ വേണ്ടി അഹങ്കാരിയും ധിക്കാരിയുമായ അവൻ കഅബയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് വ്യഭിചരിക്കാൻ നായില എന്ന് പേരുള്ള ഒരു പെണ്ണിന്റെ കൈക്ക് പിടിച്ച് കഅബയ്ക്കുള്ളിലേക്ക് കടക്കാൻ തുനിഞ്ഞു. ഏതാണ് ഈ കഅബ? അല്ലാഹു അമ്പിയാക്കൾ, മുർസലീങ്ങൾ ഉൾപ്പെടെ പടുത്തുയർത്തിയതാകുന്ന കഅബ. ധാരാളം മഹത്തുക്കൾ കൈവച്ചിട്ടുള്ളതാണ് ആ കഅബ. ലോകത്തുള്ള സർവർക്കും ആരാധനയ്ക്ക് വേണ്ടി അല്ലാഹു ലോകത്താദ്യമായി പടച്ചതായ പുണ്യമായ ഗേഹമല്ലയോ പരിശുദ്ധമായ കഅബ. ആ കഅബയെ മലീമസപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. ലോകത്തൊരു മനുഷ്യനും അതിനു വേണ്ടി തുനിയുകയില്ല. കാരണം ആദം നബി അലൈഹിസ്സലാം പണിതതാണ് കഅബ. ബഹുമാനപ്പെട്ടതാകുന്ന ശീസ് നബി അലൈഹിസ്സലാം പണിതതാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം 100 വയസ്സുള്ള സമയം 20 വയസ്സുള്ള മകൻ ാകുന്ന ഇസ്മായിലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പണിതതാണ് പരിശുദ്ധമായ കഅബ. ആ പവിത്രമാക്കപ്പെട്ട കഅബകളിലെ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കടന്നു വന്ന് പരിശുദ്ധമായ ഹജ്ജ് ചെയ്തിട്ട് പോകുന്നവൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം കിട്ടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടയാളപ്പെടുത്തിയ കഅബയാണ്. അതിൽ ഹജറുൽ അസ്വദ് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. കിഴക്ക് തെക്കേ മൂല
മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാകുന്ന ഹജറുൽ അസ്വദിന് പവിത്രതയുണ്ട്. പവിത്രമായ കഅബ പതുക്കാൻ ഉയർത്തിയതാകുന്ന മഖാം ഇബ്രാഹിം എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞ കല്ലിനും മഹത്വമുണ്ട്. കഅബയുടെ വാതിലിന് മഹത്വമുണ്ട്, അതിന്റെ കില്ലയ്ക്ക് മഹത്വമുണ്ട്, അതിൻ്റെതാകുന്ന ഷാദിർവാന് മഹത്വമുണ്ട്. ഹിജ്ർ ഇസ്മായിലിന് അകത്തളം അതിന് ബറക്കത്തുള്ളതാണ്, സ്വർണ്ണപ്പാത്തിക്ക് ബറക്കത്തുള്ളതാണ്. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്. സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹത്തുക്കളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കാലുകുത്തിയതാകുന്ന ആ കഅബയ്ക്കുള്ളിലേക്ക് ഈ ഗാസി എന്ന പേരുള്ളതാകുന്ന മനുഷ്യൻ ലാ ഇലാഹ എന്ന പേരുള്ള വേശ്യ പെണ്ണുമായിട്ട് കൈക്ക് പിടിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് കടന്നു ചെല്ലുമ്പോ നഊദു ബില്ലാഹ് ആ കഅബയ്ക്കുള്ളിലേക്ക് കാലെടുത്ത് വെക്കേണ്ട താമസം രണ്ടുപേരെയും അല്ലാഹു കല്ലിന്റെ പ്രതിമകളാക്കി മാറ്റുകയാണ്. ആകാശത്തിന്റെ അധിപനാകുന്ന പടച്ചിറപ്പ് വലിയൊരു ശിക്ഷ അവരുടെ മേൽ ഇറക്കുകയാണ്. സെക്കൻഡിനുള്ളിൽ രണ്ടുപേരും കല്ലിന്റെ പ്രതിമകളായി മാറുകയാണ്. നഊദു ബില്ലാഹ്. ആളുകളെല്ലാം പേടിക്കുകയാണ്, ഭയക്കുകയാണ്, എല്ലാവരും പിറകോട്ട് മാറി നിൽക്കുകയാണ്. മാദക സുന്ദരിയാകുന്ന നായില എന്ന പെണ്ണിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബയ്ക്കുള്ളിൽ കയറി വ്യഭിചരിക്കാൻ തുനിഞ്ഞതാകുന്ന സഹോദരനെ അല്ലാഹു ലോകത്തിന് വലിയ ദൃഷ്ടാന്തമാക്കി മാറ്റുകയാണ്. അവർ ഇരുവരെയും അല്ലാഹു കല്ലിന്റെ പ്രതിമകളാക്കി മാറ്റിയത്രേ. എങ്ങനെയാണ് വേശ്യാ പെണ്ണിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കയറിയത്, അതേ നിലയിൽ തന്നെ മനുഷ്യന്റെ രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമായി അവരുടെ രൂപത്തിൽ തന്നെ അല്ലാഹു കല്ലാക്കി മാറ്റുകയാണ്. നഊദു ബില്ലാഹ്. ഇത് കണ്ടുകൊണ്ട് ഓടിക്കൂടിയതാകുന്ന ആളുകൾ അത്ഭുത പരതന്ത്രരാവുകയാണ്, തക്ബീർ ചൊല്ലുകയാണ്, ഹംദുകൾ ചൊല്ലുകയാണ്. രണ്ടുപേരെയും എടുത്തുകൊണ്ട് കഅബയുടെ ഭാഗത്ത് വെച്ച് കഅബയിലേക്ക് ചാരി വെക്കുകയാണ്. ലോകത്തുള്ള സർവർക്കും ദൃഷ്ടാന്തമാണ്. ഇനി വരാനിരിക്കുന്ന ജനങ്ങൾക്ക്, ജനകോടികൾക്ക് ദൃഷ്ടാന്തമാണ്. അറിഞ്ഞവർ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. ഇന്ന പോലെ ഫോൺ സൗകര്യമില്ലാത്ത കാലഘട്ടം പ്രവാചകർക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നടന്ന സംഗതിയാണ്. അറിഞ്ഞവർ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. അങ്ങനെ വാമൊഴിയായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ കഅബയുടെ പരിസരത്തേക്ക് ഒരുമിച്ച് കൂടുകയാണ്. ജനങ്ങൾ വന്ന് ഈ ദൃഷ്ടാന്തങ്ങൾ കാണുകയാണ്. എല്ലാവരും പേടിക്കുകയാണ്. കഅബയെ തൊട്ടുകളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കഅബയെ നിസാരപ്പെടുത്തി സംസാരിച്ചവനല്ലേ, അതിനെ നിസാരപ്പെടുത്താൻ വേണ്ടി വേശ്യാ പെണ്ണുമായി അതിനുള്ളിലേക്ക് കയറി വ്യഭിചരിക്കാൻ വേണ്ടി തുനിഞ്ഞവനല്ലേ, ഇവൻ ഇങ്ങനെ തന്നെ വേണമെന്ന് ജനങ്ങൾ കമന്റ് പറയുകയാണ്. ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി കഅബ കൊള്ളെ ചാരി വെക്കുകയാണ്. ജനങ്ങൾക്കൊരു വലിയ ദൃഷ്ടാന്തമായി ഇവനെ കണ്ടുകൊണ്ട് ഇവരെ കണ്ടിട്ട് പാഠം ഉൾക്കൊള്ളട്ടെ. കഅബയെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞില്ല, ആളുകൾ വന്നിട്ട് അതിനെ തൊട്ടുമുത്താൻ തുടങ്ങി. ആരെ? വേശ്യാ പെണ്ണിനെയും കഅബയുടെ പവിത്രത ഇല്ല എന്ന് പറഞ്ഞ് കഅബയ്ക്കുള്ളിൽ വ്യഭിചരിക്കാൻ വേണ്ടി കടന്നു വന്നവനെയും ആളുകൾ തൊട്ടുമുത്താൻ തുടങ്ങി. ഇതാണ് മനുഷ്യൻ, അന്ധവിശ്വാസിയാണ്. അവർക്ക് ദൃഷ്ടാന്തമായി കൺമുന്നിൽ വെച്ചു കൊടുത്തതാകുന്ന ഈഗാസ് നായില എന്ന് പേരുള്ളതാകുന്ന രണ്ടുപേരെയും അല്ലാഹു കല്ലിന്റെ പ്രതിമകളാക്കി മാറ്റി. ആ കൽപ്രതിമകളെ കഅബയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് ചാരി വെച്ചു. എന്തിനാ ചാരി വെച്ചത്? ഇത് വലിയ ദൃഷ്ടാന്തമാണ്. ഇവർ രണ്ടുപേരും ഇതിനുള്ളിൽ കയറി വിഭജിക്കാൻ തുനിഞ്ഞവരാണ്. എല്ലാവർക്കും ഈ ചരിത്രം അറിയാം, എല്ലാവരും മനസ്സിലാക്കി. പക്ഷെ പിൽക്കാലത്തുള്ള ആളുകൾ അവരെ ആദരിക്കാൻ തുടങ്ങി, തൊട്ടുമുത്താൻ തുടങ്ങി. അപ്പൊ ആലിമീങ്ങൾ എന്ത് ചെയ്തു? അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, സൂക്ഷ്മാലുക്കളാകുന്ന മഹത്തുക്കൾ ഈഗാസ് നായില എന്ന പേരുള്ള ഇരുവരുടെയും പ്രതിമകളെ, ശിലാപ്രതിമകളെ എടുത്തിട്ട് അവിടുന്ന് കൊണ്ടുപോയി സഫ എന്ന് പറയുന്ന കുന്നിന്റെ ചാരെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് മുൾവേലി കൊണ്ട് കെട്ടിമറച്ചു. കഅബയുടെ അടുത്ത് ഉംറയ്ക്ക് പോയവർക്കറിയാം. ഉംറയ്ക്ക് പോയവരൊന്ന് കയ്യുയർത്തിക്കേ. മാഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജിനും ഉംറയ്ക്കും തൗഫീഖ് നൽകട്ടെ. കഅബയുടെ പരിസരത്ത് തന്നെയാണ് സഫാ കുന്നാണ് ഏറ്റവും അടുത്ത്. ഇപ്പൊ ഇവിടെ നിന്ന് എല്ലാരും കൂടി താങ്ങിയെടുത്ത് പൊക്കിയെടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചു. എന്തിനാ അവിടെയും വെച്ചത്? എന്തിനാ? ദൃഷ്ടാന്തമാകാൻ, എല്ലാരും പഠിക്കട്ടെ. എന്നിട്ട് മുൾവേലിക്കുള്ളിൽ വെച്ചു. ആ പർവ്വതത്തിന്റെ അവിടെ കൊണ്ടുപോയിട്ടു. സഫ എന്ന് പറയുന്ന കുന്നിന്റെ ചാര കൊണ്ടുപോയി ഇവരെ വെച്ചു. മുൾവേലിയും കെട്ടിച്ചുറ്റു. കുറച്ചാള് കഴിഞ്ഞ് സഫായിലേക്ക് വന്ന ആളുകൾ വന്ന് സുജൂദ് ചെയ്യാൻ തുടങ്ങി.
നമ്മുടെ അമ്മച്ചി അവിടെ ഇരിക്കുന്നത് നമ്മുടെ ചേട്ടത്താരാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സഫായുടെ അവിടെ വന്ന് ഈ മുൾവേലിയുടെ അടുത്ത് വന്നിട്ട് ഈ നിൽക്കുന്ന പ്രതിമകളുടെ നേരെ സുജൂദ് ചെയ്യാൻ തുടങ്ങി ആളുകൾ. അപ്പൊ അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് വലിയ വിഷയാവും, ഒരു ദൃഷ്ടാന്തവും വേണ്ട, പൊട്ടിച്ചു കളയാൻ പറഞ്ഞു. പൊട്ടിച്ചിട്ട് മക്കയിലുള്ളതാകുന്ന പർവ്വത നിരകളിൽ കൊണ്ടുപോയി ധൂളികളായിട്ട് വിതറി. കാരണം മനുഷ്യനിങ്ങനെയാണ്, അന്ധവിശ്വാസിയാണ്. ആരെയാണ് ഈ തൊട്ടുമുത്തുന്നത് എന്ന് അവന് തിരിച്ചറിയുന്നില്ല. ആരാണ് ഈ രണ്ട് പ്രതിമകൾ? കഅബയ്ക്കുള്ളിൽ കയറിയിട്ട് വ്യഭിചരിക്കാൻ തുനിഞ്ഞതാകുന്ന ആളുകളെ അല്ലാഹു അദാബാക്കി, ശിക്ഷയാക്കി, കല്ലിന്റെ പ്രതിമകളാക്കി മാറ്റിയവരെ വന്ദിക്കാൻ തുടങ്ങി സമൂഹം. അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങി. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. സുജൂദ് ആർക്കേ ഉള്ളൂ? അല്ലാഹുവിനേ ഉള്ളൂ. നമ്മളിപ്പോ ഉറൂസ് നടത്തുന്നു, ആ മഹാന്റെ സവിധത്തിൽ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യുന്നവരുമല്ല, അങ്ങനെ ചെയ്യാനേ പാടില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. സുജൂദ് പാടില്ല. അതേ സമയത്ത് ചുംബനം നൽകൽ അനുവദനീയം. അത് സുന്നത്തായി ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്, ചുംബനം നൽകുക. പക്ഷേ ചുംബനം നൽകാൻ വേണ്ടി നീ കുനിയുന്ന സമയത്ത് അത് സുജൂദായി പോകരുത്, നെറ്റി വെച്ചിട്ടുള്ള സുജൂദായി പോകരുത്. നീ ഖബറിന്റെ സമീപത്ത് ചെയ്യുന്നിട്ട് അങ്ങനെ ചുംബനം കൊടുക്കുമ്പോ പുറകിൽ നിന്ന് ഒരാൾ നോക്കുന്നത് നീ സുജൂദ് ചെയ്യാൻ, അപ്പൊ ഖബറിന്റെ സുജൂദ് ചെയ്യാം എന്ന് മറ്റുള്ള ഒരാൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. വളരെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ല? ഉദാഹരണത്തിന് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി ഖബറിന്റെ പോയി നമ്മളിങ്ങനെ ഒരു ചുംബനം കൊടുക്കുമ്പോ പുറകിൽ നിന്ന് ഒരാൾ നോക്കിയപ്പോ അയാൾ മനസ്സിലാക്കി ഉസ്താദ് ചുംബിക്കുന്നുണ്ട്, സുജൂദൊക്കെ ചെയ്യുന്നുണ്ട്, ഉസ്താദ് വന്ന് സുജൂദ് ചെയ്ത്. പുറകിൽ നോക്കുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ, ഫ്രണ്ടിൽ നല്ല നോക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മറ്റുള്ളവർക്കിടയിൽ ഒരു തുഹമത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അത്രയേറെ സൂക്ഷ്മത പുലർത്തണം. കാരണം സുജൂദ് ആർക്കേ ഉള്ളൂ? അല്ലാഹുവേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ തെറ്റിലേക്ക് പോകും. ഇഫ്റാത്തും ഉണ്ടാവാൻ പാടില്ല, തഫ്രീത്തിന്റെ വാഹകരും ആകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. അത് 100% നമുക്ക് വേണം. 150 പോകാൻ പാടില്ല. ഒന്ന്, ആദരവും ബഹുമാനവും ആരാധനയാകാൻ പാടില്ല. ചില ആളുകൾ പറയാറുണ്ട് സാദിന്റെ ഫാൻസ് ആണ് ഞാൻ. അങ്ങനെ പറയാൻ പാടില്ല. ഫാൻസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ആരാധനയല്ല, ആദരവ്. അത് പറയാം. ആദരവും ബഹുമാനവും ആലിമീങ്ങളുടെ നല്ലതുപോലെ വെച്ച് പുലർത്തുന്നവരാണ് കാസർഗോഡ് നിവാസികൾ. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. കാസർഗോഡ് ജില്ലയെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വ്യതിരക്തമാക്കുന്ന ധാരാളം ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ചെറുപ്പക്കാരായ ആളുകളടക്കം ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. അത് മുതിർന്നവർ പകർന്നു കൊടുത്ത ഒരു സവിശേഷമായ ഗുണമാണ്. മുതഅല്ലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്, ദീനിനെ ബഹുമാനിക്കുന്ന ആളുകളാണ്, ദീനിന്റെ ചിഹ്നങ്ങളെ, മതചിഹ്നങ്ങളെ ആദരിക്കുന്നവരാണ്. ദുആ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാർത്ഥന കേട്ടാൽ 2 കൈകളും ഉയർത്തിയിട്ട് മുഖം തടവി ആമീൻ പറയുന്നവരാണ്. ഭക്ഷണം കൊടുക്കാൻ വലിയ തൽപരരാണ്. അത് എത്ര പേര് വന്നാലും ഒരു വിഷയവുമില്ല, വിശാലമായ നിലയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തും. ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള സൽക്കാരമായിരിക്കും, അതിലൊരു 50 പേരെ കൂട്ടി ആഹാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിന് വലിയ മുതിർന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. എന്ന് മാത്രമല്ല, കാസർഗോഡ് ജില്ല പരിശോധിച്ചു നോക്കിൻ, ഔലിയാക്കളുടെ മസാറുകൾ, സയ്യിദന്മാരുടെ മസാറുകൾ, മഹത്തുക്കളുടെ മസാറുകൾ, അവരുടെ ഖബർ ഷരീഫ് വളരെ പുണ്യത്തോടുകൂടി ഗൗരവത്തിൽ കാണുകയും അവരുടെ ഉറൂസുകളൊക്കെ വളരെ വൃത്തിയായി കൃത്യമായി മറ്റ് അനാചാരങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഉറൂസ് ഇത്രയേറെ മഹത്തരമായി കഴിക്കുന്ന മറ്റൊരു ജില്ല എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. ഓരോ വർഷവും നമ്മൾ വളരെ വിപുലമായ നിലയിലുള്ള സൗകര്യത്തോടു കൂടിയും
നല്ല രീതിയിലും അത് കഴിക്കാൻ അതിന്റെ ഒരു ഗുണം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്, സാമ്പത്തികത്തിലുണ്ട്, മാനസികമായിട്ടുണ്ട്, ശാരീരികമായിട്ടുണ്ട്, കുടുംബ ജീവിതത്തിലുണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേർന്നത് ഈ മഹാന്മാരുടെ തണലിലൂടെയാണ്. മുട്ടുംതലയുടെ ദേശത്തുള്ളവർക്ക് കിട്ടിയ നിഅമത്ത് ഇവിടെ അടങ്ങിയിരിക്കുന്ന സയ്യിദുൽ മശ്ഹൂർ സയ്യിദ് അവറുകളുടേതാകുന്ന മദദും ഹിഫ്ളും ഹിമായത്തിലൂടെയുമാണ്. അല്ലാഹു അത് നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു അത് നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ ചെറുപ്പക്കാരും യുവാക്കളും സഹോദരങ്ങളും ഒക്കെ ഇതിനു വേണ്ടി തന്നെ പരിശ്രമിച്ച് നിലകൊള്ളുന്നവരാണ്. ഗൾഫിൽ നിന്ന് തന്നെ ഉറൂസിന്റെ സമയമാകുമ്പോൾ ലീവ് എടുത്ത് അവർ വരികയാണ്. നാട്ടിലെ മറ്റൊരു കല്യാണ പരിപാടിക്കല്ല, ഒരുപക്ഷെ കുടുംബത്തിൽ ഒരു കല്യാണം നടന്നാൽ പോലും ലീവ് എടുത്ത് വരാത്ത ആളുകൾ പോലും ഉറൂസ് വരുമ്പോ അവർ പ്രത്യേകമായി ലീവ് എടുത്ത് വരുന്നു. അതാ മഹാനോടുള്ള ആദരവും ബഹുമാനവുമാണ്. കാരണം അതിലൂടെ തന്റെ ബിസിനസ്സിലും തന്റെ ജോലി ഒക്കെ അഭിവൃദ്ധി ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. മക്കളുടേതാകുന്ന പഠിത്തത്തിലും മക്കളുടേതാകുന്ന വിദ്യാഭ്യാസത്തിലും എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും ഒക്കെ അവിടുത്തെ ഒരു തിരുനോട്ടം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ വെച്ച് പുലർത്തുന്നവരാണ്. എന്നിരിക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മുടേതാകുന്ന ആദരവും ബഹുമാനവും അത് കൂടുതലാകാൻ പാടില്ല. എപ്പോഴും അത് കറക്റ്റായി 100% നിൽക്കണം. 110ലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ നമ്മൾ വിള്ളലില്ല, അത് ഓവറാകാൻ പാടില്ല. എന്നാൽ തഫ്രീത്തും ഇഫ്രാത്തും പാടില്ല. ഓവറാകാനും പാടില്ല, തീരെ ഇല്ലാതിരിക്കാനും പാടില്ല. ഇന്ന് നമ്മുടെ തലമുറയിലൊക്കെ നിരീശ്വരവാദികളാണ്, അന്ധവിശ്വാസത്തിന്റെ വാഹകരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നമ്മൾ ഏതെങ്കിലും ജ്യോത്സ്യനെ സമീപിക്കും, കണിയാനെ സമീപിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നം നോക്കുന്നവരെ സമീപിക്കും. വീട്ടിൽ കൊണ്ടുവന്ന അത്തരത്തിലുള്ള പൂജക്രിയകൾ മുസ്ലിം നടത്തും. അതിനാണ് വിഷയം. അന്യമതത്തിലുള്ളവർ അവരുടെ അഹിലുകാരെ വിളിച്ച് നടത്തുന്നതിൽ ഇവിടെ ആർക്കും എതിർപ്പില്ല, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നത് മുട്ടുന്തല പള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന മഹത്തുക്കൾ ഈ മഹാൻ കാണാതെ ജോത്സ്യനെ വീട്ടിൽ വിളിച്ചു വരുത്തി, കണിയാനെ വീട്ടിൽ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ പ്രശ്നം വെപ്പുകാരനെ വീട്ടിൽ വിളിച്ചു വരുത്തി കവടി നിരത്തി കാര്യങ്ങൾ പറയാവുന്ന തലത്തിലേക്ക് നിസ്കാരമുള്ള, നോമ്പുള്ള, നിസ്കാര തഴമ്പുള്ള, ഇബാദത്തിൽ കണിശത വെക്കുന്ന മുസൽമാനാകുന്ന നീ ചെയ്താൽ നീ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വന്നിട്ടുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് ബരിഅ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മുസൽമാനായ സഹോദരാ സഹോദരി, പർദ്ദ ധരിച്ചതാകുന്ന ഉമ്മമാരെ, മംഗമാരെ, പഠിച്ചു വെക്കണേ. ഞാൻ ഈ പറയുന്ന വിഷയം ഒരിക്കലും മതസൗഹാർദ്ദത്തിന് എതിരുള്ള വിഷയമല്ല, മതമൈത്രിക്ക് എതിരുള്ള വിഷയമല്ല. മുസ്ലിമീങ്ങൾ മതസൗഹാർദ്ദത്തിന് വിള്ളലേൽക്കാതെ സമൂഹത്തിൽ നല്ല ജീവിതം നയിക്കുന്നവരാ. അത്തരത്തിലുള്ള മനോഹരമായ സംശുദ്ധമായ ജീവിതം നമുക്ക് അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും നമ്മുടെ പൂർവ്വസൂരികൾ പഠിപ്പിച്ചിട്ടുള്ള പാതയും അത് തന്നെയാണ്. മതസൗഹാർദ്ദം എന്നാൽ മറ്റുള്ളവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലല്ല, മറ്റുള്ളവരുടെ ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലല്ല, അവരുടെ ആഘോഷ പൊലിമകൾ നമ്മുടെ ആഘോഷങ്ങളായി ജീവിതത്തിലേക്ക് ചേർക്കലല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂൽ. ആരൊരുവൻ ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി, കണിയാനെ വിളിച്ചു വരുത്തി, പ്രശ്നം വെപ്പുകാരനെ വിളിച്ചു വരുത്തി അവൻ പറയുന്ന വാക്കുകളിൽ പരിപൂർണമായി വിശ്വാസം പുലർത്തുകയും ചെയ്താൽ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരെ, പർദ്ദ ധരിച്ചതാകുന്ന സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഖദ് ബരിഅ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറക്കിയതാകുന്ന പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ശരീഅത്തിനോട് ഘടകവിരുദ്ധം പ്രവർത്തിച്ചവനാണ് അവൻ. കാഫിറാണ്, കാഫിറാ, അവൻ അവിശ്വാസിയാണ്, അവിശ്വാസിയാണ്. ഇന്ന് കാസർഗോഡുള്ള എത്രയോ മംഗമാര്, എത്രയോ ഉമ്മമാര് അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ സമീപത്തേക്ക് പോകുന്നവരില്ലേ? മറ്റു മതസ്ഥരുടെ ദേവാലയങ്ങളിൽ പോയി ആ പൂജകൾ അർപ്പിക്കുന്നവരില്ലേ? അതിനുവേണ്ടി വഴിപാടുകൾ, നേർച്ചകൾ നടത്തുന്നവരില്ലേ? എന്റെ ഭർത്താവ് ഗൾഫിലാണ്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ദേവാലയങ്ങളിൽ പോയി ലക്ഷക്കണക്കിന് രൂപകൾ പൊടിക്കുന്നതായ മുസ്ലിം ബിസിനസ്സുകാരില്ലേ? മുസ്ലിം അംഗമാരില്ലേ? എത്രയോ സഹോദരിമാരാണ് പെട്ടുപോയത്. എത്രയോ പർദ്ധരിച്ചതാകുന്ന അംഗമാര് അത്തരത്തിലുള്ള ദേവാലയങ്ങളുടെ മുന്നിൽ പോയി നിൽക്കുന്നതായ വീഡിയോ ചിത്രങ്ങൾ ഇന്ന് സമൂഹങ്ങളിൽ പ്രചരിച്ചില്ലേ? പ്രചരിച്ചില്ലേ? നഊദു ബില്ലാഹ്. വ്യാജ ജിസ്മന്മാർ, വ്യാജ ചിഹ്നമ്മമാർ, വ്യാജ ചിഹ്നപ്പമാര് മുസ്ലിം സമുദായത്തിൽ പോലും ഉടലെടുത്തതായ കാലഘട്ടമാ. ആത്മീയമാകുന്ന ചൂഷകർ അധികരിച്ചതായ കാലഘട്ടമാണ്. 10 വിരലുകൾ 50 മോതിരം ധരിച്ച് ഒരു പച്ച മുതച്ചട്ടി ഏതെങ്കിലും മക്ബറകളിൽ മയിൽപീലി വിട്ടടിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന വ്യക്തിയെ ശൈഖാണെന്ന് കണ്ടുകൊണ്ട് അവന്റെ പിറകെ കൂടരുതേ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ സുന്നിയായ ഒരു മുസ്ലിം വ്യക്തിയായ നിനക്ക് അനുയോജ്യമാകുന്ന പ്രവർത്തനമല്ല, പ്രവർത്തനമല്ല. സമ്പത്ത് കൊണ്ടുപോയി ഹറാമായ ആൾക്കാരുടെ കാൽ കീഴിൽ വെക്കാൻ ആരാണ് പെങ്ങളെ നിനക്ക് പരിപൂർണമായി പിന്തുണ നൽകിയത്? ഏത് ദീനാണ് നീ പ്രചരിപ്പിക്കുന്നത്? ഏത് മതത്തിന്റെ വക്താവാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര കഷ്ടപ്പെട്ട് നൽകിയതായ ദീനാ, ആ ദീനിനെ നീ കളങ്കപ്പെടുത്തരുതേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവനെ കണിയാന്റെ സവിധത്തിൽ ജ്യോത്സ്യന്റെ സമീപത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ ചാര ചെന്നുകൊണ്ട് അവരോട് കാര്യങ്ങൾ തുറന്നു പറയുകയും, ഭർത്താവ് ബുദ്ധിമുട്ടിലാണ്, എനിക്ക് മക്കളില്ല, സന്താനങ്ങളില്ല, ഞങ്ങൾക്കൊരു വീടില്ല, കൂടില്ല, ദുന്യവിയായ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ലാഭങ്ങൾ കൊയ്തെടുക്കാൻ ജ്യോത്സ്യന്മാരുടെ സമയത്ത് പോയി പ്രശ്നം നോക്കുന്നവരെ, അവരെ പറയുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ കൊണ്ട് ചെയ്യുന്നവരെ, അവൻ പരിശുദ്ധമായ ദീനിൽ നിന്ന് ഒഴിവായവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ മഹരിൽ ബഗി വഅൻ സമനിൽ കൽബി വഹുൽവാനിൽ കാഹിർ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിക്കുകയാണ് പാടില്ല എന്ന് ഈ സമൂഹത്തോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാ. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ച വിഷയമാണ് അൻഫമനിൽ കൽബി. നായെ കച്ചവടം നടത്തുന്നവരില്ലേ? ബിസിനസ് നടത്തുന്ന ആളുകളില്ലേ? പെറ്റ്സിനെ കച്ചവടം നടത്തുന്നതായ ആളുകളില്ലേ? നായെ കച്ചവടം ചെയ്ത് അതിൻ്റെതാകുന്ന സമ്പത്ത് വാങ്ങുന്നവരെ അല്ലാഹുവിന്റെ റസൂല് നിരോധിച്ച പണിയാണ്, പണിയാണ്. മുസ്ലിമിന് യോജിച്ചതാകുന്ന പണിയല്ല. വഅൻ മഹരിൽ ബഗി, വ്യഭിചാരിണിയാകുന്ന പെണ്ണ് അവൾ എടുത്ത പണിക്കുള്ള കൂലി വാങ്ങൽ അത് നിഷിദ്ധമാണ്, നിഷിദ്ധമാ. അല്ലാഹുവിന്റെ റസൂല് മൂന്നാമതായി പറയുകയാണ് വഅൻ ഹുൽവാനിൽ കാഹിർ. അതേ, പാവപ്പെട്ടതാകുന്ന മുസ്ലിമാകുന്ന സഹോദരൻ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, സാമ്പത്തികമാകുന്ന ഞെരുക്കം വരുമ്പോ ജ്യോത്സ്യനെ വീട്ടിൽ വിളിച്ച്, കടയിൽ വിളിച്ച്, കമ്പോളത്തിൽ വിളിച്ച് അവരുമായിട്ട് വലിയ ചർച്ച ചെയ്തുകൊണ്ട് പൂജാക്രിയകൾ നടത്തുന്ന മുസൽമാനില്ലേ? അവന് വേണ്ടി ലക്ഷക്കണക്ക് രൂപകൾ കൊടുത്തുകൊണ്ട് ജീവിതം കരപിടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരില്ലേ? അല്ലാഹുവിന്റെ റസൂല് ശപിച്ചവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് ശപിച്ച വിഭാഗമാണ്. നമ്മുടെ തലമുറകൾ ഇന്ന് അവരുടെ പിറകെയാണ്. പർദ്ദയൊക്കെ ധരിച്ചിട്ടുണ്ട്, വലിയ കൂടിയ പർദ്ദയാണ്, ഹൂർലിയും പർദ്ദ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഹൂർലിയും കൂടെ മണിയല്ല എടുക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
കൂടിയ പർദ്ദ ഇട്ടിട്ടുണ്ട്, നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ട്, പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നീചവൃത്തിയാണ്. ഭർത്താവ് ഗൾഫിലാണ്, അറബിയുടെ ചാട്ടമാരടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് നിനക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും രാപ്പകൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന ആത്മീയ ചൂഷകരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെക്കരുത്. നിന്നോട് ആരാണ് ഈ പരിപാടി പറഞ്ഞത്? ആരാണ് നിനക്ക് അനുവാദം തന്നത്? നീ ഏത് മതത്തിന്റെ അനുയായിയാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഖദ് ബരിഅ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീഅത്തിനെ തൊട്ട് കടകവിരുദ്ധം പ്രവർത്തിച്ചവരാണ്. അവർ പരിശുദ്ധമായ ദീനിൽ നിന്ന് പുറത്താണ്. അടുത്ത വഖത്ത് നിസ്കരിക്കാൻ പള്ളി വരണ്ട, അടുത്ത വഖത്ത് നിസ്കരിക്കാൻ പെണ്ണെ നീ മുസല്ല വിരിക്കണ്ട, നീ പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്ത്. അങ്ങനെ രണ്ട് വള്ളത്തിൽ ചവിട്ടിയിട്ട് നീ നിൽക്കണ്ട, ആ വള്ളത്തിൽ കയറി പൊയ്ക്കോ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രണ്ട് വള്ളത്തിലും കൂടെ, രണ്ട് വള്ളത്തിൽ കള്ളം വെച്ച് രണ്ട് വള്ളവും രണ്ട് ദിശയിലേക്ക് പോയ ഹലാക്കാവും. ഇത് തൗഹീദിന്റെ മതമാണ്, ഇത് പരിശുദ്ധമായ ഇസ്ലാമാണ്, ഏകദൈവ വിശ്വാസം, അല്ലാഹുൽ അചഞ്ചലമായ വിശ്വാസം. 1,24,000 അംബിയാ മുർസലീങ്ങൾ ഈ ലോകത്തേക്ക് വന്ന് നടത്തിയതാകുന്ന പ്രബോധനം ഒന്നാമതായി നടത്തിയത് അല്ലാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. ആ തൗഹീദിൽ നിന്നാണ് നീ വ്യതിചലിച്ചു പോയത്. ആ മതത്തിന്റെ ആശയത്തിൽ നിന്നാണ് പെണ്ണെ നീയും നിന്റെ ഭർത്താവും നിന്റെ കുടുംബവും ഇപ്പോൾ വ്യതിചലിച്ചത്. അല്ലെ, കച്ചവടം കുറയുമ്പോ പൂജക്രിയകൾ നടത്തുക. പാര ഇതൊക്കെ നടത്തുന്നത് വലിയ വലിയ മുതലാളിമാർ, വലിയ ടെക്സ്റ്റൈൽസ് ഷോപ്പിന്റെ മുതലാളിമാർ, സമൂഹത്തിൽ അറിയപ്പെടുന്ന വലിയ ജ്വല്ലറിയുടെ ആളുകൾ. അവരുടേതാകുന്ന കട ഉദ്ഘാടിക്കാൻ നല്ല നിലക്കുള്ള മാറിടമുള്ള അല്ലെങ്കിൽ പിന്ദ്വാരമുള്ള ശരീരത്തിന്റെ അവയവങ്ങളുള്ളതാകുന്ന നിതംബ വടിവുകളൊത്തതാകുന്ന ആളുകളെ തേടി നടക്കുക. മുന്നും പിന്നും നല്ലതുപോലെ വീർത്തിരിക്കണം. അങ്ങനെയുള്ള നടിയാണ് ഇപ്പൊ എല്ലാവരും കട ഉദ്ഘാടിക്കാൻ കൊണ്ടുവരും. അത് വെച്ച് കെട്ടിയതായാലും കുഴപ്പമില്ല, എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആണോ അല്ലയോ? ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സാദാത്യങ്ങളും സമുന്നതരാകുന്ന ആലിമീങ്ങളെയും കൊണ്ടുവന്ന് കടയുൾക്കാടിച്ചിരുന്ന സമുന്നതരാകുന്ന ആളുകൾ, കാസർഗോഡുള്ള വലിയ വലിയ പണക്കാരൻ ഇന്നും ആളുകൾ ഉൾക്കാടിക്കാനും ഹോട്ടൽ ഉൾക്കാടിക്കാനും അവന്റെ ബിസിനസ് ശൃംഖലകൾ തുടങ്ങാനും ഇത്തരത്തിലുള്ള മൂടുതാങ്ങികളാകുന്ന സിനിമാ നടീനടന്മാരെ കൊണ്ടുവന്ന് ഉൾക്കാടിക്കുന്നത് എന്തിന്റെ ആശയത്തിന്റെ പേരിലാണ്? രാവിലെ സുബഹിക്ക് മുമ്പ് ആലിമീങ്ങളെയും പ്രിയപ്പെട്ട ഹാഫിലീങ്ങളാകുന്ന ഉലമാക്കളെയും കൊണ്ടുവന്ന് കടയുടെ ഷട്ടർ 3/4 താഴ്ത്തിയിട്ടിട്ട് അടിയിലൂടെ നുഴഞ്ഞു കയറി അകത്തൊരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ച് യാസീനോദി ദുആ ചെയ്ത് ബറക്കത്താക്കി തരണമെന്ന് പറയുന്നത് ഏത് ദീനിന്റെ ആശയത്തിലാണ്? ആണല്ലോ. സാധുമാരെ എപ്പോഴാ കൊണ്ടുവരിക? സുബഹിക്ക് മുമ്പ് അരണ്ട വെളിച്ചം. വെട്ടം വരുന്നതിന് മുമ്പ്, വെട്ടം വന്ന നമ്മുടെ റോസുമോള് വരാനുള്ളതാണ്. റോസുമോക്ക് വേണ്ടിയാണ് പകൽ വെളിച്ചം. അരണ്ട വെളിച്ചത്തിൽ സാധുമാരെ കൊണ്ടുവരിക. രാത്രി സമയം 4 മണിക്ക് സുബഹിയാകാൻ വെക്കൂല. എന്നിട്ട് ഷട്ടർ ഇങ്ങനെ 3/4% താത്തിട്ടിരിക്കുക. ഉസ്താദിനോട് പറയാം അടിയിൽ കൂടെ നുഴഞ്ഞു കയറാൻ. ഓൾറെഡി തീവ്രവാദികളെന്ന് പേര്, അതിന്റെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറാൻ പഠിപ്പിക്കുക അടിയിൽ കൂടെ. ഉസ്താദ് കമിഴ്ന്ന് കടന്ന് കയറി ഹലാക്ക്. കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മഹല്ലി ഫിത്ന ഉണ്ടാക്കാൻ. കാരണം വലിയ അറിയപ്പെട്ട ഹോജയാണ്, വലിയ ടെക്സ്റ്റൈൽസിന്റെ മുതലാളിമാർ, വലിയ വലിയ ബിസിനസ്സുകാരാണ് ഈ പരിപാടി ചെയ്യുന്നത്. എന്നിട്ട് അകത്ത് കയറ്റി മെഴുകുതിരിയുടെ വെട്ടത്തിൽ വരുത്തിയിട്ട് ഉസ്താദിന് യാസീൻ ഓതണം, ഖുത്ബിയത്ത് ഓതണം, റാത്തീബ് ഓതണം, എല്ലാം ചെല്ലിച്ച് അവസാനം 10 നോട്ടെടുത്ത് റൗണ്ടിൽ പിടിപ്പിച്ചിട്ട് ഉസ്താദിന് കൈമടക്ക് 100 രൂപ. പകല് റോസ് വന്ന് ഉൾക്കാടിച്ചപ്പോ 3 ലക്ഷം രൂപ. പൈസ കൊടുക്കുന്നതിനല്ല, ഈ ഹറാമായ തലത്തിലേക്ക് നീ എന്തിനാ മോനെ ഇങ്ങനെ പൈസ ചെലവഴിക്കുന്നത്? ആണോ അല്ലയോ? 10 നോട്ട് എടുത്തിട്ട് അതിങ്ങനെ റൗണ്ടിൽ പിടിപ്പിക്കും. കാരണം കൊടുക്കുമ്പോ കട്ടിയുണ്ടെന്ന് തോന്നാൻ വേണ്ടി. സാർ പിടിക്കുമ്പോൾ സാർ ഓടിവശാലനായി റാഹത്ത്. സാർ നല്ല കെട്ടിപ്പിടിച്ചൊക്കെ പിടിച്ച് വീട്ടിൽ ചെന്ന് റൂമിൽ ചെന്ന് എണ്ണി നോക്കപ്പോ 10 നോട്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇപ്പോഴും അങ്ങനെയുണ്ട്. കൈമടക്ക് കൊടുക്കുമ്പോ ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ഒരു 5000 രൂപ കൊടുക്കുകയാണെങ്കിൽ അതിലൊരു 1000 രൂപ എങ്ങനെ കൊടുക്കും? 100ന്റെ തന്നെ ഒരു 10 നോട്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഒക്കെ അങ്ങനെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മോദി സായിരുന്നു ചിരിക്കുന്നത്. മോദി സാഹിന് ഒരുപാട് അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നോ? ആണോ? അള്ളാഹു ബർക്കത്ത് ശരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾക്ക് മാറ്റം വരണം. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ളതാകുന്ന അന്ധവിശ്വാസത്തിന്റെ അഹ്ലുകാരെ, പച്ച കാഫിരികളെ കൊണ്ടുവന്ന് കടയുൾക്കാടിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ മാറിയില്ലേ?
നമ്മൾ സയ്യിദന്മാരെയും ഉലമാക്കളെയും മുതഅല്ലിമീങ്ങളെയും യഥാർത്ഥത്തിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണോ? കാപട്യത്തിന്റെ വാഹകരായി ഇന്നത്തെ മുസ്ലിമീങ്ങൾ മാറിയില്ലേ? സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ബഹുമാനവും ആദരവും നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നവരാണോ? എങ്കിൽ പിന്നെന്തിനാണ് ഈ പുകമറ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് സുബഹിയുടെ സമയത്ത് ഈ പാവങ്ങളെ കൊണ്ടുവന്ന് അരണ്ട വെളിച്ചത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഖുർആൻ ഓതാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ആലിമീങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ മുസൽമാൻ തയ്യാറാകുന്നില്ല? നമ്മുടെ സമുദായം പ്രതിക്കൂട്ടിലാണ് സഹോദരങ്ങളെ, സമുദായം പ്രതിക്കൂട്ടിലാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ നടിമാര് വരുമ്പോ ചേർന്ന് ഫോട്ടോ അവന്റെ ഫോട്ടോ എടുക്കൽ ഹലാക്ക്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒക്കെയാണ് ഇന്നത്തെ. ആരാ ഇയാള്? ഒന്നാമത്തെ സഫിലുണ്ട്. അത് കഴിയുമ്പോ ളുഹർ നിസ്കരിക്കാം. ഇപ്പം മുമ്പ് എവിടെയായിരുന്നു എന്ന് കണ്ടായിരുന്നു. ഇതാണ് അവസ്ഥ. വലിയ ദീന്റെ അഹ്ലുകാരാണ് ഈ ചെയ്യുന്നത്. വലിയ ദീനിന്റെ അഹ്ലുകാരാ. സമൂഹത്തിൽ ഖുതുബുൽ അഖ്താബ് എന്നറിയപ്പെടുന്ന പോസ്റ്റാണുള്ളത്. പക്ഷെ ചെയ്യുന്നത് ഏറ്റവും ലോ ക്ലാസ് പരിപാടിയാണ്. അതൊക്കെ മാറണം, അതൊക്കെ മാറണം. അതിനായി വാഴുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മാറണം നമ്മൾ ചില കാര്യം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ സുന്നികളാണ്, പക്ഷെ ആ സുന്നത്ത് ജമാഅത്ത് ജീവിതത്തിൽ ചില ഭാഗങ്ങളിൽ കാണുന്നില്ല. ഈ വിഷയത്തിലൊക്കെ അന്ധവിശ്വാസം വെച്ച് പുലർത്താൻ ഇത്തരത്തിലുള്ള നടിമാരെ കയറ്റിയാലേ കച്ചവടത്തിൽ ബറക്കത്തുണ്ട് എന്നുള്ള തികഞ്ഞ അന്ധവിശ്വാസം ഏറ്റവും കൂടുതൽ പുലർത്തുന്നത് ഇന്ന് സുന്നികളാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ പുലർത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചിരുന്നത്? നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താ? ഒരു കാലത്ത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടിച്ചിരുന്ന ചൊല്ലറുകളൊക്കെ ഇന്ന് ആരാ കൈവെക്കുന്നത്? നിങ്ങൾ തന്നെ പറയും. ഇന്ന് ആരെ കൊണ്ടുവന്ന നിങ്ങൾ ഉദ്ഘാടിക്കുന്നത്? ആലിമീങ്ങളെ കൊണ്ടുവന്ന ഒരു മൂലയ്ക്ക് കൊണ്ടുവന്നിരുത്തിയിട്ട് ഇത്തരത്തിലുള്ള നീചവൃത്തികളല്ലേ സ്റ്റേജിന്മേൽ കാണിക്കുന്നത്? സിനിമാ പാട്ടുകളും ഗാനമേളകളും മറ്റുള്ളതാകുന്ന ചെണ്ടവാദ്യമങ്ങളും ഒക്കെ മറ്റുള്ള മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതസൗഹാർദ്ദം എന്ന പേരിൽ കടത്തിക്കൂട്ടിയിട്ട് മുസൽമാൻ അവന്റെ ദീൻ കളഞ്ഞു കുളിക്കുകയല്ലേ? ഞാനിതൊക്കെ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. അല്ലാതെ മറ്റുള്ള മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവർ നടത്തുന്നതിൽ ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്. ഓരോ മതസ്ഥർക്കും അവരുടേതാകുന്ന ആദർശങ്ങളും ആശയങ്ങളും പരിപൂർണമായി പ്രചരിപ്പിക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ വ്യക്തമായിട്ട് ഇവിടെ നൽകുന്നുണ്ട്. അതനുസരിച്ച് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അല്ലാതെ മറ്റൊരു മതത്തിന്റെ ചിഹ്നത്തെയോ അവരുടെ ആശയത്തെയോ മോശമാക്കി ചിത്രീകരിക്കല്ല. മുസൽമാൻ എന്തിനാണ് മറ്റുള്ളവരുടെ ആദർശം കട്ടെടുക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. നമ്മുടെ ആഘോഷങ്ങളൊക്കെ മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ കട്ടെടുക്കാൻ നമ്മൾ അങ്ങനെയായി മാറി. അതിന് സമയം ചെലവഴിക്കാൻ, അതിന് കോടികൾ ചെലവഴിക്കാൻ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സയഅതി സമാനുൻ അലാ ഉമ്മതി. ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് കടന്നു വരും സഹാബ. ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് കടന്നു വരും. ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ജനങ്ങൾ ലതത്തബിയന്ന സുനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി മറ്റുള്ളതാകുന്ന ആളുകളുടെ, അവിശ്വാസികളുടെ, നിരീശ്വരവാദികളുടെ, യഹൂദികളുടെ, ജൂതന്മാരുടെ, നസ്രാനികളുടെ നീചമാകുന്ന പ്രവർത്തനങ്ങൾ എന്റെ സമുദായം പരിപൂർണമായി പിൻപറ്റുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് പറഞ്ഞത് ഈ സമുദായത്തിലേക്ക് നോക്കിയിട്ടല്ലേ, നമ്മളിലേക്ക് ചേർന്നിട്ടല്ലേ. 1400 വർഷം മുമ്പ് സ്വഹാബത്തിനോട് പറയുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഇന്ന് നമ്മൾ നേർക്കുനേരെ അത് കാണുകയാണ്. ജൂതന്മാരുടെ, നസ്രാനികളുടെ ഒക്കെ നീചവൃത്തി നമ്മളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അവരിലുള്ള പല ഗുണങ്ങളും നമ്മൾ എടുത്തില്ല. പാശ്ചാത്യരാകുന്ന ആളുകളുടേതാകുന്ന എല്ലാ നീചവൃത്തികളും നമ്മൾ എടുത്തു. അവരിൽ ചില ഗുണങ്ങളുണ്ട്, അത് നമ്മൾ എടുത്തില്ല. പാശ്ചാത്യർക്ക് 3 ഗുണങ്ങളുണ്ട്, നമ്മൾ അത് നേടിയെടുക്കണം. എല്ലാ വിഷയത്തിലും നമ്മൾ പാശ്ചാത്യന് എതിര് പറയുന്നവരാണെങ്കിൽ അവരിലുള്ള 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഒരു കുപ്പി വെള്ളം എപ്പോഴും കൊണ്ടു നടക്കും. സാധനമല്ല, മണിച്ചമ്പാട്ടറല്ല, എന്ത് അല്ലാത്ത വെള്ളം, നല്ല വെള്ളം. കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒരു കുപ്പി എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കും, ഒരു സിപ്പ് ഇങ്ങനെ വെച്ച് കുടിക്കും. ഫോറിനേഴ്സ് ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. ഇടയ്ക്ക് വെള്ളം കുടിക്കും, അത് നല്ലതാണ്. ഒരുപാടല്ല, അല്പാൽപമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. 3 ഗുണങ്ങൾ. രണ്ടാമത്തത്, നല്ലതുപോലെ പുസ്തകം വായിക്കും. ഒരു ദിവസം ഇത്ര വെച്ച് അവർ വായിച്ചിരിക്കും. ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും ഏത് സമയത്തായാലും ഒരു ദിവസം 10 പേജ് വായിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കും. നമ്മളോ പത്രം വന്നാൽ പോലും അല്ലാത്ത പത്രം മടക്കി വെച്ചിട്ട് അന്ന് ഉറങ്ങുകയാണ്. ഇന്നത്തെ പത്രം വായിച്ചവർ എത്ര പേരുണ്ട്? ഒരു വായനയില്ല. പത്രം വരുത്തിയവരെടുത്തോളം എല്ലാവരും വീട്ടിൽ പത്രമുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ പത്രമാണ്. പത്രം വായിക്കുന്നില്ല. അതുകൊണ്ടെന്താ, അറിവ് കുറയുന്നവരായി നമ്മൾ മാറി. വായനാശീലം വേണം. മാത്രമല്ല, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. നമ്മൾ എന്ത് പുസ്തകം വായിക്കുക? സാധേ പഴയ പോലെ മുത്തുച്ചിപ്പി ഒന്നും ഇപ്പൊ വരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ വായിക്കുക. അതിനിപ്പോഴത്തെ അവസ്ഥ മുത്തുച്ചിപ്പിയും മുത്തുമൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് വായിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വായന അവിടെയാണ്. നല്ല പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? വിവരവും വിദ്യാഭ്യാസവും കുറഞ്ഞു. അവർ നല്ലതുപോലെ പുസ്തകം വായിക്കുമായിരുന്നു. 3, വെള്ളം കുടിക്കുകയും പുസ്തകം വായിക്കുകയും മാത്രമല്ല, സമ്പത്ത് ഉള്ളതനുസരിച്ച് നല്ല യാത്ര എല്ലാ വർഷവും ഷെഡ്യൂൾ ചെയ്യും. നമ്മളാണെങ്കിലോ കാശിങ്ങനെ അട്ടിക്ക് വെക്കുന്നതല്ലാതെ അള്ളാഹത്ത് ഒരു ഹജ്ജും ഇല്ല, ഒരു ഉംറയും ഇല്ല, ഒരു സ്ഥലങ്ങളിലും പോകത്തില്ല. ഒരു ഇറാഖും പോകത്തില്ല, ഒരു ബഗ്ദാദും പോകത്തില്ല, ഒരു തുർക്കിയില്ല, ഒരു യാത്രയില്ല. ഇസ്ലാമികമായ ഒരു രാഷ്ട്രങ്ങളോ സംവിധാനങ്ങളോ രാജ്യങ്ങളോ ഒന്നും കാണാനോ കേൾക്കാനോ ഒന്നും നമ്മൾ തയ്യാറായില്ല. കോടിക്കണക്കിന് പൈസയുണ്ട്. എടാ, ഭാര്യ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വർഷത്തിൽ ഒരു ഔട്ടിങ്, ടൂറ് പോകാനല്ല. ആ ടൂർ ഇസ്ലാമികമാക്ക രാജ്യങ്ങളാകട്ടെ, ഇറാഖിന്റെ രാജ്യങ്ങൾ പോയി കാണാനും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാൻ വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളാകുന്ന മഹാന്മാരെ സ്വഹാബത്തിന്റെ ഖബർ ശരീഫ് പോയി കണ്ട് സിയാറത്ത് ചെയ്യും. ഖുൽ സീറു ഫിൽ അർദ് സുമ്മ അൻദുറു കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഉള്ളതനുസരിച്ച് ഇടയ്ക്ക് നല്ല റാഹത്തായ യാത്ര തന്നെ ചെയ്ത് മക്കളെ പട്ടിണിക്കിടണമെന്നല്ല. അതാ ഞാൻ പറഞ്ഞത്, വർഷത്തിലെങ്കിലും നല്ല യാത്രകൾ ചെയ്യണം. പഠിക്കാൻ പറ്റുന്ന നല്ല യാത്ര. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാശ്ചാത്യരായ ആളുകളെ കണ്ടു നോക്ക്. ഇന്നലെ ഒരു വ്യക്തി, അദ്ദേഹം TV ചാനലിൽ നിന്നുകൊണ്ട് ഒരു ഫോറിനേഴ്സിനെ പ്രത്യേകമായിട്ട് അദ്ദേഹം ഇങ്ങനെ രാവിലെ അവരോട് ചോദിക്കുകയാണ്, കാര്യങ്ങൾ ചോദിക്കുകയാണ്. എത്ര നാളായി നിങ്ങളുടെ കേരളത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി കൊടുത്തത്, ഞങ്ങൾ 2 മാസമായിട്ട് കേരളത്തിലുണ്ട്. 2 മാസമായി. റിപ്പോർട്ടർ ചാനലാണ്, ഏതാ ചാനലെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതോ ഒരു ചാനൽ ഇരുന്നിട്ട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി പറയുന്നത്, 2 മാസമായിട്ട് ഞങ്ങൾ ഇവിടെയുണ്ട്. നോക്കൂ, അവര് സമയം ചെലവഴിക്കാണ്. നമ്മളങ്ങനെ 1 മാസക്കാലം 2 മാസം പോകണമെന്നല്ല. 2 ദിവസമെങ്കിലും നമ്മൾ കുടുംബവുമായിട്ട് ഒന്ന് സന്തോഷത്തോടുകൂടി നല്ല യാത്ര ചെയ്യാൻ കാശുള്ളവരോടായി പറയും. അതിനൊക്കെ നമ്മൾ ഫോറിനേഴ്സിനെ കണ്ടുപഠിക്കണം. കാരണം ഈ യാത്രയിൽ ഒരുപാട് സംസ്കാരങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് പട്ടിണി കിടക്കുന്നവരെ കാണാൻ അവ കുടുംബത്തോട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരുടെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള നല്ല ജീവിതം നയിക്കാൻ കാരണമായി തീരും. പാശ്ചാത്യരിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട 3 ഗുണങ്ങളാണ്. എന്നാൽ ബാക്കിയുള്ള അവരുടെ നീചവൃത്തികൾ, ഒരുപാട് വൃത്തികേടുകളുണ്ട്. മലമൂത്ര വിസർജനം പലപ്പോഴും ഇല്ല. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടിഷ്യൂ എടുത്തിട്ട് തുടച്ചു വിടുക. അങ്ങനത്തെ ഉള്ള പ്രവർത്തനങ്ങൾ. വെള്ളം ഉള്ളതാകുന്ന സമുദായത്തിൽപ്പെട്ട നമ്മൾ അവരുടെ ആ പ്രവർത്തനം എടുത്ത് ജീവിതത്തിലേക്ക് ഒപ്പാൻ പാടില്ല. നമ്മൾ വെള്ളം ഉപയോഗിച്ച് തന്നെ ശൗചം ചെയ്യാം. അപ്പൊ നന്മകൾ നമ്മൾ സാക്ഷീകരിക്കുക, അവരുള്ള തിന്മകൾ പരിപൂർണമായി ഒഴിവാക്കണം. പക്ഷെ ഈ സമുദായം അങ്ങനെയല്ല. എന്തെല്ലാം തിന്മകളുണ്ടോ അതെല്ലാം ഇന്ന് വാരിപ്പുണർന്നു. എന്തെല്ലാം നന്മകൾ അവരിലുണ്ടോ അതും നമ്മൾ വേണ്ടാന്ന് വെച്ചു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.